റഫിയോ ചങ്ങമ്പുഴയിലെ രമണനോ? കുറെ ഹിന്ദി പടങ്ങളുടെ പേര് ഓർഡറിലാക്കി പാട്ട് പാടി നടക്കാൻ നാണയില്ലേ തനിക്ക്? തന്നെ പോലുള്ള അലവലാത്തിയുടെ കൂടെ നടന്നെന്ന് പറഞ്ഞത് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. താൻ തടവായം വിളിച്ചിരിക്കുന്നേ? നമ്മളിൽ ആരപ്പ മലയാളം പറയണേ? ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടും തനിക്കൊന്നും മനസ്സിലായില്ല. തന്താടെ പൊട്ടം കളിക്കാ? മലയാളം തനിക്ക് എന്നോട് ചെവി കേട്ടൂടെ? നിനക്ക് മലയാളം അറിയാലേടി? അത് ശരി. നിനക്ക് ചങ്ങമ്പുഴ അറിയാലേ, രമണൻ അറിയാലേ, അലവലാതി എന്ന് പറയുന്ന വാക്കും അറിയാലേ? എന്നിട്ടാണോ നീ എന്നെ ഇങ്ങനെ കറക്കിയത്? എടി നിനക്കറിയാമോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഒരു ഹിന്ദി സിനിമയ്ക്ക് പോലും പോയിട്ടില്ല. ഞാൻ 1950 ഹിന്ദി പടങ്ങളുടെ പേര് ഒത്തിരി കാണാപ്പാടം പഠിച്ച് അതിന്റെ പുറകെ പാട്ട് പാടി നടന്ന്. ഇവിടുത്തെ ഞാൻ എന്റെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹിന്ദി മുൻഷിയാണടി, ഹിന്ദി മുൻഷി. ഏയ് ചിരിക്കരുത്, നിന്നെ ഞാൻ കാണിയാടി നോർത്ത് ഇന്ത്യ. നീ പോടാ. അയ്യോ പൊളിച്ചു. അടിപൊളി അടിപൊളി. പൊളിച്ചു. അതെ അതെ അതെ. താങ്ക് യു. അതെങ്ങനെ? ഇത് ഹൗളിംഗ് ആണല്ലേ? ഇത് നമ്മളുടെ മറ്റേ രാഗേഷങ്കിളില്ലേ, മറ്റേ മേരെ സപ്പനോക്കി ആ അങ്കിളുടെ. അത് കിഷോർ ദാ അല്ലേ? അത് രാകേഷ് കിഷോർ പേര് മാറ്റി രാകേഷ്. അത് കിഷോർദല്ലേ? രാജേഷ് ഖന്ന. അതുകൊണ്ടാണ് അങ്ങനെ. അയില്ലേ ആരി ചേച്ചി? അയില്ലേ ഇവൻ കൊറേ തവണ ഫോൺ വിളിച്ച് എന്നെ ശല്യപ്പെടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നേ. ആണല്ലേ? ഭയങ്കര ശരിയാ. പൊന്നെ പച്ചക്കള്ളം. പച്ച എന്ന് പറഞ്ഞ ആരി ചേച്ചിയുടെ ഡ്രസ്സിന്റെ കളറ് പച്ചയല്ലേ? ഇത്രയും പച്ചക്കള്ളം ഞാൻ അങ്ങനെ വിളിച്ചിട്ട് പോരുമില്ല. ടെസയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ അപ്പം നിക്കണം. ഇവിടെ അടിയായി. ആഗ്രഹം ഉണ്ടായിരുന്നു ചില സമയത്ത് അതിനകത്ത് വീഡിയോയിൽ കാണിക്കുന്നത് ഈ ടെസ പൂക്കളും കൊണ്ട് ഇവിടെ അടിയിൽ പൂക്കളെ സെറ്റ് ചെയ്യിപ്പിച്ചിട്ട് ടെസ അവിടെ നിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനകത്ത് സിനിമയില് ഭാവന ചേച്ചി ഈ പൂക്കള് ഇതിന്റെ ബാക്കിലുണ്ടാവും. അപ്പൊ ഈ ഭാവന ചേച്ചി ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാവും. അതിന്റെ അവിടെ ഇരുന്നാണ് ഭാവന ചേച്ചി പൂ കൊടുക്കുന്നത്. എന്ത് സംഭവിച്ചു? അപ്പൊ ഈ ഭാവന ചേച്ചി ഈ ദിലീപ് അങ്കിളുടെ ഒപ്പം നടന്നിട്ട് ഈ ഭാവന ചേച്ചിനെ ജോലിയിൽ നിന്ന് പിടിച്ചു വിട്ടു. അതാണ് ഈ മറ്റേ ഈ ചൂളം കഴിഞ്ഞ് നമ്മള് നേരെ നടക്കാൻ പോകുമ്പോ ഹലോ മിസ്റ്റർ നിങ്ങളെ. അതാണ് അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ പുറകെ നടന്നിട്ടല്ല, ഇവനെ എന്റെ പുറകെ ഇങ്ങനെ ഹലോ ഹലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. എന്നിട്ട് അവര് വിചാരിച്ചു നിങ്ങള് അവനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പം എന്നെ ജോലിന്ന് പുറത്താക്കി വെച്ച. എന്റെ പൊന്ന സൂര്യഭഗവാനോ. ആ സമയത്ത് ഈ ഡയലോഗ് ഒന്ന് വന്നതാണ് സൂര്യഭഗവാനെ. അതെ, എനിക്കൊരു സംശയം. എന്താ കുച്ച് കുച്ച് ഹോത്താ ഹേ എന്ന് പാടിയില്ലേ? അവിടെ എന്തോ അതിന് മുമ്പേ കുച്ച് കുച്ച് അങ്ങനെ എന്തോ പാടിയല്ലോ. എന്തായിരുന്നു? ഞാൻ ഒരു ഏമ്പക്കം വന്നതാണ്. ഏമ്പക്കം വന്നതാണെന്നാ. ഈ കുച്ച് കുച്ച് പിന്നെ വന്നപ്പോഴത്തേക്ക് വേറെ പേരല്ലേ പാടിയത്? അത് ലാസ്റ്റത്തെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. നവനിതോട്ടാ സഹകരിച്ചില്ലല്ലേ? സഹകരിച്ചില്ല. എത്ര പറഞ്ഞിട്ട് സഹകരിച്ചില്ലല്ലേ? ആ ഹാർട്ട് ഒന്ന് കൊടുത്തിട്ട് ആ പിണക്കം മാറ്റിക്കോ. അയ്യോ, എന്റെ ഹാർട്ട് കൊടുക്കുവാണോ? ഇല്ല, ഇവിടെ വേറൊരു ചെറിയ ഹാർട്ട് ഉണ്ടായിരുന്നില്ല. അവസാനേ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിയാവോ? മുഴുവൻ നഷ്ടമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് അവരുടെ അമ്മുമ്മയാക്കി, അവരുടെ അച്ചാമ്മയാക്കി, അവരുടെ പലുമുഴം പണ്ടാരം. എന്നിട്ട് ഡാക്കിനെ അമ്മുമ്മനെ പോരെ
ചേട്ടാ ഇത്തിരി വെള്ളം തരും. ഓ ആ ഡയലോഗ് പറഞ്ഞാണോ? ആ ഡയലോഗ് രസകുടി. കോപ്പിച്ച് കേട്ടോ. നവനീതിനെ കല്യാണം കഴിക്കണ്ടേ? ഞാൻ വലുതാകുമ്പോ എന്റെ എനിക്കറിയില്ല സ്വന്തം ചേട്ടാ. ഞാൻ എന്നെ കല്യാണം കഴിക്കോ പ്ലീസ്. അപ്പളേക്ക് മീനാക്ഷി ചേച്ചിയൊക്കെ അമ്മൂമ്മയാവും. അത് കുഴപ്പമുണ്ടോ? ഇപ്പൊ ഞാൻ അമ്മൂമ്മ അല്ലല്ലോ. അല്ല. നമുക്ക് ഇപ്പൊ കല്യാണം അല്ലേ ചേച്ചി? നിങ്ങക്ക് കുഴപ്പമില്ലല്ലോ. MJ അങ്കിൾ എന്നാ എനിക്ക് ഇത് മതി, ഇത് മതി. ഇത് കല്യാണം കഴിക്കാം, നമുക്ക് കല്യാണം കഴിക്കാം. ഓക്കെ ഓക്കെ ഡീൽ. അപ്പൊ ഇനി മുതൽ എന്റെ ഭർത്താവാണ് ഞാൻ. അയ്യോ ഇവനെപ്പോഴും അല്ലേ ഇവനെപ്പോഴും ഭർത്താവ് എന്ന് പറയുന്നേ ആ. എപ്പോഴും ഭർത്താവ് എന്നാ പറയുന്നേ. ഭർത്താവ്. അങ്ങനെയല്ല ചേട്ടാ ഭർത്താവ്. പറഞ്ഞു. ബട്ട് ഷീസ് ബി ഭർത്താവ്. ഭർത്താവ് കണ്ടാ മീനുട്ടിയാണ് നവനീത് തൊട്ടിന്റെ ഭർത്താവ്. അത് ഞാനാണ് ഭർത്താവ്. നോ അയാൻ ഭാര്യ. യെസ് You യു are ആർ the എ ഭർത്താവ്. ഭാര്യ. ഭാര്യ. You are the ഭാര്യ. ഭർത്താവ്. ഭർത്താവ്. She is my baby. ബേബിയാ. എന്റെ അടുത്ത് കാര്യങ്ങളൊന്നും നടക്കൂല നിന്റെ കേട്ടല്ലോ.